സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം, മാർഗം ലക്ഷ്യത്തെ വിഴുങ്ങിക്കളയരുത് എന്നുള്ളതാണ്. ഇന്ന് ഈശോ ശിഷ്യന്മാർക്ക് വലിയൊരു ലക്ഷ്യം നൽകുന്നുണ്ട്, ഒരു ദൗത്യം. എന്താണത്? സുവിശേഷം എല്ലായിടത്തും പോയി പ്രസംഗിക്കാനും ജീവിക്കാനും. അത് കഴിഞ്ഞിട്ട് ഈശോ അവരോട് പറയുന്നൊരു കാര്യം, ഈ മഹത്തായ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ കയ്യിൽ കരുതുന്ന സാധനങ്ങൾ ഏറ്റവും ലളിതമായിരിക്കണം, ഏറ്റവും കുറച്ചായിരിക്കണം. ഈശോ അത് പറയാൻ കാരണം, അതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ലക്ഷ്യം എത്തിപ്പിടിക്കാനായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചാൽ, വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചാൽ, നിങ്ങൾ ലക്ഷ്യം മറക്കാനും ആ സാധനങ്ങളിൽ, ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന സഹായിക്കുന്ന സാധനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കയറാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരു ഗോവണി പണിയാനായിട്ട് തീരുമാനിച്ചു. സ്വർഗത്തിലേക്കായതുകൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗോവണി വേണം എന്ന് അയാൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് സ്വർണത്തിൻ്റെ ഗോവണി പണിയാൻ അയാൾ തീരുമാനിച്ചു. പിന്നെ അയാളുടെ ജീവിതം മുഴുവൻ ഈ സ്വർണത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഗോവണി പണിയാൻ, അതിനുവേണ്ടി സ്വർണം കണ്ടെത്താൻ, അത് പണിയാനായിട്ടുള്ള ശ്രമമാണ്. അങ്ങനെ അയാൾ മനോഹരമായിട്ടുള്ള വലിയ നല്ല നീട്ടമുള്ള ഒരു ഗോവണി പണി തീർത്തു. പക്ഷേ അത് പണി തീർന്നപ്പോഴത്തേക്ക് ആ ഗോവണിയിലൂടെ മുകളിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം വാർദ്ധക്യം അയാളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമുക്ക് ദൈവം ഒരു ലക്ഷ്യം നൽകിയിട്ടുണ്ട്. എന്താണ് ആ ലക്ഷ്യം? സമാധാനത്തിൽ ജീവിക്കുക, സ്വർഗപ്രാപ്തി കൈവരിക്കുക. അതിനായിട്ടാണ് നമുക്ക് സമ്പത്തും ജോലിയും തൊഴിലും എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, സമാധാനത്തോടു കൂടി സ്വർഗപ്രാപ്തി കൈവരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ലക്ഷ്യം മറന്നു പോകും വിധം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ദൈവം തന്നിരിക്കുന്ന മാർഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം നശിപ്പിച്ച് കളയുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ലക്ഷ്യം മറക്കാതെ നമ്മുടെ മാർഗങ്ങൾ അത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ളവയാണെന്നുള്ള പൂർണ്ണ ബോധത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ചിലപ്പോൾ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ആളുകൾ, പിന്നെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ട് ജിമ്മിൽ പോകാൻ വേണ്ടി ഉറക്കം ഇളക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചത്, ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി, ആ ആരോഗ്യം നശിപ്പിക്കുന്ന, ഉറക്കം കളയുന്ന അവസ്ഥ അവിടെ പോകാൻ വേണ്ടി ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കാതെ, ലക്ഷ്യം ഒരിക്കലും മറക്കാതെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള മാർഗങ്ങൾ അതിനെ നിർത്തേണ്ടടുത്ത് നിർത്താനായിട്ട്, അത് മാർഗം മാത്രമാണ്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പാളിപ്പോകാതെ ജീവിക്കാനായിട്ട് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.